ഉമ്മൻചാണ്ടി നമ്മോടൊപ്പമില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമുള്ള ആളുകളിൽ ഒരാളാണ് ഞാൻ. ഉമ്മൻചാണ്ടി മരിച്ച് ഒരു വർഷം തികയുമ്പോഴും അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഉമ്മൻചാണ്ടി എന്നും കൂടെയുണ്ട്, അദ്ദേഹം എവിടെയോ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം നമുക്ക് ഒരു നേതാവ് മാത്രമായിരുന്നില്ല, സഹോദരനും സഹപ്രവർത്തകനും, നമ്മുടെ ദുഃഖത്തിലും വേദനയിലും പങ്കുചേരുന്ന ഒരു കുടുംബാംഗമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് കേരളത്തിൽ വിപുലമായി ജനശ്രീയാണ് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയുള്ള അനുസ്മരണ പദ്ധതികൾ തുടക്കം കുറിച്ചത്. 1000 പഞ്ചായത്തുകളിലെ സ്മൃതി കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ജനശ്രീ കാണിച്ച, പ്രത്യേകിച്ച് ഹസൻ കാണിച്ച താല്പര്യം വളരെയേറെ ശ്ലാഘനീയമാണ്. ഈ സ്മൃതി കേന്ദ്രങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ചിരസ്മരണയെ എന്നും ഉയർത്തിപ്പിടിക്കും. I wish to mention the role of our Honorable Governor Dr. Arif Muhammad Khan. I think this is the 3rd or 4th function he is attending to commemorate the memory of Sri Ummandchandi. On 18th July, on the first anniversary day, he came to Pudupalli. He came to Ummandchandi's Kallara. He attended the meeting, spent so much time there to pay tributes to the late Ummandchandi. She came to Chalakudi for a function. It shows his affection, attachment, and his respect to the late leader Sri Ummandchandi. We are very much indebted to you, Honorable Governor, for this gracious presence. ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ പൊതു സ്വത്തായിരുന്നു. 24/7 അധ്വാനിച്ച ഒരു നേതാവ്. ഏത് സാധാരണക്കാരനും പ്രാപ്യനായ നേതാവ്. ഏതൊരാൾക്കും സ്വന്തം ദുഃഖവും വേദനയും പങ്കുവെക്കാൻ കഴിയുന്ന നേതാവ്. അങ്ങനെ എന്തെല്ലാമായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി. കേരളത്തിൽ വികസനത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ ദിശാബോധമുണ്ടായിരുന്നു. ഇവിടെ ചൂണ്ടിക്കാണുന്ന ധാരാളം നേട്ടങ്ങൾ. ഉമ്മൻചാണ്ടി ഉയർത്തിയ മുദ്രാവാക്യം വികസനവും കരുതലും. വികസനം മാത്രമല്ല, കരുതൽ സാധാരണക്കാർക്ക് വേണ്ടി. അതൊരിക്കലും മറക്കാൻ സാധിക്കുന്ന കാര്യമല്ല. വികസന പദ്ധതികളുടെ പരമ്പര ആരംഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അവസാനത്തെ കണ്ണിയാണ് വിഴിഞ്ഞം തുറമുഖം. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി ഇല്ലായിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുകയില്ലായിരുന്നു. വിഴിഞ്ഞത്ത് പല തലവട്ടന്മാരുണ്ട്, അവകാശവാദങ്ങളൊക്കെ ഉണ്ട്, ഞാനൊന്നും കടക്കുന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ്. അദ്ദേഹം ക്യാബിനറ്റിൽ പറഞ്ഞു, നൗ ഓർ നെവർ. ഇപ്പോഴില്ലെങ്കിൽ വിഴിഞ്ഞം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കുളച്ചലിന് വേണ്ടി തമിഴ്നാട് ഗവൺമെൻറ് ശക്തമായി ചരട് വലിക്കുന്നു. വിഴിഞ്ഞം ഇല്ലാതെ പോയാൽ കുളച്ചൽ യാഥാർത്ഥ്യമാകും. വിഴിഞ്ഞം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു, വിയോജിപ്പുണ്ടായിരുന്നു, അഴിമതി ആരോപണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം അവഗണിച്ചുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി മുമ്പോട്ട് പോയത് കൊണ്ടാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായത്. പക്ഷേ വിഴിഞ്ഞത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് അടുത്ത ദിവസം ആ ചടങ്ങിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാതെ പോയത് നമ്മയെല്ലാം വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ഞാൻ കടന്നു പോകുന്നില്ല. ഉമ്മൻചാണ്ടി കേരളത്തിലെ ചരിത്രത്തിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട നേതാവായിരുന്നു. നിരവധി അവാദങ്ങൾ ഉന്നയിച്ചു, ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഉമ്മൻചാണ്ടി ഒരിടത്തും പതറിയില്ല. അഴിമതി ആരോപണങ്ങളുടെ വലിയ കൂരമ്പുകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം തളർന്നില്ല. കാരണം ഉമ്മൻചാണ്ടിയെ തകർത്താൽ മാത്രമേ രാഷ്ട്രീയ നേട്ടമുണ്ടാകാൻ ബോധ്യപ്പെട്ട ആളുകൾ വളരെ നിന്ദ്യമായ പ്രചാരണം ആരംഭിച്ചു. ഒരു സ്ത്രീയെ കരുവാക്കി നടത്തിയ കഥകൾ, അശ്ലീല കഥകൾ കേരളത്തെ ആകെ വേദനിപ്പിച്ചിരുന്നു. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പതറുമായിരുന്നു. ഉമ്മൻചാണ്ടി പതറിയില്ല. അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു തൻ്റെ കൈകളിൽ
അഴിമതിയുടെ കറയില്ല. താൻ സംശുദ്ധമാണെന്ന ബോധ്യം ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി എല്ലാ ആക്ഷേപങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. അദ്ദേഹം സജീവമായി അദ്ദേഹം ജാജിലെ പ്രഭയോട് അദ്ദേഹം മുമ്പോട്ട് വരികയുണ്ടായി. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം ആചരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ പറ്റി കേരളമാകെ ധാരാളം പ്രശംസകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെ വേട്ടയാടിയവരും അപമാനിച്ചവരും ലജ്ജാകരമായ അശ്ലീല നാടകങ്ങൾക്ക് തിരക്കഥ എഴുതിയവരും അവരൊക്കെ പറയുന്ന നന്ദി വാക്ക് കേൾക്കുവാൻ, പ്രശംസാ വാക്ക് കേൾക്കുവാൻ ഉമ്മൻചാണ്ടി ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും. കാരണം അത് അദ്ദേഹത്തിനുള്ള വലിയ ട്രിബ്യൂട്ടാണ് ഈ നല്ല വാക്കുകൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തെ പറ്റി ഈ നല്ല വാക്ക് പറയുന്ന ആളുകൾ, പ്രശംസിക്കുന്നവർ, അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തങ്ങൾ ചെയ്ത തെറ്റിന് കേരളത്തോട് മാപ്പ് പറയണമായിരുന്നു, എന്നിട്ട് വേണം പ്രശംസ പറയാൻ വേണ്ടി. ആ പ്രശംസയ്ക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു വാക്ക് ഞങ്ങൾ ഖേദിക്കുന്നു പറയാനുള്ള മര്യാദ പോലും അവർ കാണിച്ചിടുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയുടെ പറഞ്ഞു 40 മണിക്കൂറാണ്. 19-ാം തീയതി രാവിലെ 8 മണിക്ക് ജഗതിയിൽ നിന്ന് ആരംഭിച്ച് 20-ാം തീയതി അർദ്ധരാത്രി 11:50 കല്ലറയിൽ ആ വിലാപയാത്ര എത്തിയത്. 10,000 നൽകിയ കണ്ണുനീരിൽ കുതിർന്ന യാത്ര ഇപ്പം നമ്മളെല്ലാം കണ്ടതാണ്. കണ്ണുനീരിൽ കുതിർന്ന ജനസഹസ്രങ്ങൾ, പൂഴി നിലയിട്ടാൽ തീരാത്ത രീതിയിലാണ് ജനങ്ങൾ തടിച്ചു കൂടിയത്. കേരളം നൽകിയ ഏറ്റവും വികാര വായ്പുള്ള, ഈ നാടിൻ്റെ ചരിത്രത്തിൽ ഇന്നലെ വരെ ഉണ്ടാകാത്ത, നാളെ ഉണ്ടാകാൻ ഇടയില്ലാത്ത ഒരു യാത്രയപ്പാണ് കേരളം ഉമ്മൻചാണ്ടിക്ക് കൊടുത്തത്. അതാണ് ഉമ്മൻചാണ്ടിയോട് കേരളത്തിനുള്ള സ്നേഹം. നേടിക്കൊണ്ട് പോകുന്നില്ല. ഉമ്മൻചാണ്ടി ആരാണെന്ന് ബോധ്യപ്പെടുവാൻ അദ്ദേഹത്തിൻ്റെ മരണം വേണ്ടി വന്നതാണ് ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം. അദ്ദേഹത്തെ ജീവിച്ചതിന് മുമ്പ് പലരും തിരിച്ചറിഞ്ഞില്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞ് മനസ്സിലായി ഉമ്മൻചാണ്ടി ആരാണ്. ജനഹൃദയങ്ങൾ ഉമ്മൻചാണ്ടിക്കുള്ള സ്ഥാനം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. തീർച്ചയായും കാലം എത്ര കടന്നുപോയാലും ഉമ്മൻചാണ്ടി എന്ന ആ സ്വപ്നം, ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാം മരണം വരെ നമ്മുടെ മനസ്സിലുണ്ടാകും. ഗാന്ധിജിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ 70-ാം ജന്മദിനത്തിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞൊരു വാചകം ഓർക്കുകയാണ്: ജനറേഷൻസ് ടു കം ഇറ്റ് മേ വെൽ ബി will scarce believe that such a man as this one ever in flesh and blood was walked upon this earth. തലമുറകൾ പിന്നിടുമ്പോൾ ഇതുപോലെ ഒരു മനുഷ്യൻ മജ്ജയിലും മാംസത്തിലും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണെന്നാണ് ഗാന്ധിജിയെപ്പറ്റി ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിക്കും ആ വാക്കുകൾ അനുയോജ്യമാണ്. ഉമ്മൻചാണ്ടിയെപ്പോലെ ത്യാഗധനനായ, നിസ്വാർത്ഥനായ, സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് അല്പം പോലും വില കൊടുക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം ഭൂമിയിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ നാളെ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു, ആദരാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.